ഞാൻ ആദ്യമായിട്ടാണ് തലപതിയുടെ മൂവിക്ക് ഒരു പ്രതീക്ഷയില്ലാതെ പോകുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് സിനിമ കുറച്ച് ഇഷ്ടപ്പെട്ടു. ഒരു ഓക്കെ എന്നൊരു ഫീലായിരുന്നു. അല്ലാതെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നോ അല്ലെങ്കിൽ തലപതിയുടെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മൂവി എന്നൊന്നും പറയുന്നില്ല. ഒരു പക്ക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള തമിഴ് മൂവി, അതാണ് ഗോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പക്ക പടം, അത്രേ ഉള്ളൂ. വെങ്കട് പ്രഭുവിന്റെ ഒരു സ്ഥിരം സ്റ്റൈലിലുള്ള ഒരു മേക്കിങ്ങും പ്രസന്റേഷനും ഒക്കെയാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ള ഒരു പക്ക കൊമേഴ്ഷ്യൽ തമിഴ് പടം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥിരം വെങ്കട് പ്രഭുവിന്റെ സ്റ്റൈൽ എന്താണോ അതേ രീതിക്ക് തന്നെയാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്തിരിക്കുന്നത്. വെങ്കട് പ്രഭുവിന്റെ സ്റ്റൈൽ ഓഫ് മേക്കിംഗിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയാലും ആ റെഫറൻസ് ആയാലും അല്ലെങ്കിൽ ക്യാമിയോ റോൾസ് ആയാലും അല്ലെങ്കിൽ CSK എന്ന ടീം ആയാലും സോ ഇങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് നൈസായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കൂടെ തന്നെ തലപതിയുടെ ഒരുപാട് മൂവിയുടെ റെഫറൻസും ആൻഡ് തലപതിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയിട്ടുള്ള ആ ഒരു പൊളിറ്റിക്സിൽ പോകുന്നതും സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ടീസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇങ്ങനത്തെ എല്ലാ എലമെന്റ്സും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പുള്ളിക്കാരുടെ സ്ഥിരം സ്റ്റൈൽ ഓഫ് പ്രസന്റേഷനാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ആദ്യത്തെ കുറെ പോർഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു നോർമലായിട്ട്, അതായത് ഒരു പ്രതീക്ഷയില്ലാതാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് പോലും. സോ ആ ആദ്യത്തെ കുറെ സീക്വൻസ് ഒന്നും എനിക്ക് അധികം ഒന്നും വർക്കായില്ല. പക്ഷെ പിന്നീട് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ ആ സിനിമയുടെ മെയിൻ കണ്ടന്റ് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് എൻഗേജിംഗ് ആയിട്ട് തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നീട് നമുക്ക് പക്ക മനസ്സിലാവും ഓക്കെ ഇനി സിനിമ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു എൻഡ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നല്ല രീതിക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് സിനിമ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ സ്ക്രീൻ പ്ലേ ആയാലും സ്റ്റോറി ആയാലും എല്ലാം നല്ല വീക്കാണ്. അതായത് ഓരോ സീക്വൻസും എനിക്ക് തോന്നുന്നു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഊഹിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ല, ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ എൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ വർക്കായ കുറച്ച് സീക്വൻസ് ഒക്കെ ഈ ഒരു മൂവിയിലുണ്ട്. നമ്മൾ സ്ഥിരം വെങ്കട് പ്രഭു സ്റ്റൈൽ, അതാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. ഞാൻ റീസെന്റ് വെങ്കട് പ്രഭുവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ ഒക്കെ ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ സിനിമ ഇറങ്ങിയ ശേഷം ഈ ഒരു സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഭയങ്കര ടോക്ക് ഓഫ് ദ ടൗൺ ആവുന്നൊക്കെ പറയുന്നുണ്ട്. വെങ്കട് പ്രഭുവിനോട് ചോദിക്കുന്ന ഒരു കാര്യം, ഈ സിനിമയെ കുറിച്ച് തന്നെയാണ് അത് സംസാരിച്ചത്. കാരണം മങ്കാത്തയും മാനാടൊക്കെ ചെയ്ത ഒരു മനുഷ്യനാണ്. ഒരു പക്ക ടെംപ്ലേറ്റ് ഉള്ള ഒരു മൂവി, അതിന്റെ അപ്പുറത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു തലപതി മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസോ അല്ലെങ്കിൽ ഓരോ സീനും നമ്മൾ ആ വിസിലടിയും ക്ലാപ്പും നമുക്ക് ആഘോഷിക്കാനുള്ള എല്ലാം കിട്ടും. പക്ഷേ ഈ ഒരു എൻ്റയർ മൂവി ആ ഒരു ഫീൽ എനിക്ക് വളരെ കുറവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ എൻഗേജിംഗ് ആയിട്ടുള്ള സീക്വൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർ എൻ്റയർ മൂവി ഒരു പക്ക തലപതി പടം നമ്മൾ കാണുന്ന ഒരു ഫീൽ ഒന്നുമില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലിയോ മാസ്റ്റർ ഒക്കെ വേറെ ലെവലായിട്ടുള്ള മൂവിയാണ്. ലിയോയുടെ സെക്കൻഡ് ഹാഫ് വർക്ക് ആവാത്ത അല്ലെങ്കിൽ ലിയോ ഒക്കെ ഒരു സിനിമയാണോ മാസ്റ്റർ ഒക്കെ ഒരു സിനിമയാണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഓക്കെ, ഈ ഒരു ഗോട്ടിനെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വേറെ ലെവൽ, അതൊക്കെ മറ്റേ മുത്താണ്, മുത്ത്, മനസ്സിലായില്ലേ? ഇത് എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു ഗോട്ട്. അതിന്റെ അപ്പുറത്ത് എനിക്ക് ഒന്നും ഫീൽ ആയില്ല, സത്യം പറയാലോ. ഞാൻ ഓക്കെ ഒരു നമ്മളിങ്ങനെ കണ്ടു തീർത്തു, അത്രയുള്ള ഫീൽ. അല്ലാതെ സിനിമയെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമുക്ക് അറിയാം സിനിമ എങ്ങനെ പോകും, എവിടെ പോകും, എങ്ങനെ തീരും എന്നൊക്കെ. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മൂവി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഒരുപാട് പോർഷൻസ് വർക്ക് ആയതുകൊണ്ട്, ഒരുപാട് പോർഷൻസ് ഒട്ടും വർക്കാകത്തുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ് ഇവിടെ കൂടെ പ്രസന്റ് ചെയ്തത് അങ്ങനെ തോന്നിപ്പോയതൊക്കെ ഉണ്ട്. അത് ഇപ്പം മറ്റേ സ്പാർക്ക് സോങ് ഇല്ലേ, അത് എന്തിനാണ് വെച്ചത് എനിക്ക് മനസ്സിലാവണില്ല. ഒരു സീൻ, ഒരു ഫൈറ്റ് സീക്വൻസ് അല്ലെങ്കിൽ ഒരു എൻഗേജിങ് സീക്വൻസ് ആണ്, തൊട്ടടുത്തൊരു പാട്ട്, ഒരു ആവശ്യമില്ല. എനിക്കൊണ്ട് എന്തായാലും പാട്ട് ഷൂട്ട് ചെയ്ത് പൈസ മുടക്കി, അതുകൊണ്ട് ഇവിടെ വെച്ചേ പറ്റുന്ന രീതിയിലായിരുന്നു. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു സീനും ഇല്ല, ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെയായിരുന്നു ഒരു എൻ്റയർ മൂവിയുടെ സോങ്സ്. കാരണം തലപതിയുടെ ഇതുവരെ വന്ന കരിയറിലുള്ള ഏറ്റവും ശോകം പ്ലേലിസ്റ്റുള്ള മൂവിയാണ്. ആൻഡ് ഇതിന്റെ BGM ആണെങ്കിൽ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല, ആ ഒരു ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. പക്ഷേ മ്യൂസിക് ഒക്കെ വൻ ശോകമായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഈ ഒരു മൂവിയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു മൂവി നമ്മൾ എന്തുകൊണ്ട് കാണണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യം തലപതിയാണ്. അല്ലാതെ വേറെ ഒന്നും എനിക്ക് സിനിമയിൽ തോന്നിയില്ല. കഥയും സ്റ്റോറിയും ഒന്നും ഞാൻ പറയുന്നില്ല, അത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് സ്റ്റോറി എന്ന്. അത് മാത്രമേ ഉള്ളൂ സിനിമയിൽ. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു കാര്യം തലപതിയുടെ രണ്ട് ക്യാരക്ടേഴ്സ്, ഇപ്പം അച്ഛൻ മകനാണെന്ന് എല്ലാവരും പറയും, അതിൽ ആ മകനായിട്ട് വരുന്നൊരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഗ്രേ ഷെയ്ഡ് ആയിട്ടുള്ള നമ്മൾ അധികം കാണാത്ത തലപതിയുടെ ഒരു ഷെയ്ഡ് നല്ല രീതിക്ക് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിയോയുടെ സെക്കൻഡ് ഹാഫിൽ ലിയോ ദാസ് വരുന്നില്ല, ഭയങ്കര ക്രൂവലായിട്ടുള്ള ഭയങ്കര സീൻ, അതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കിടിലൻ ക്യാരക്ടർ, ഒരു ഭയങ്കര വയലൻസ് ആയിട്ടുള്ള, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു പക്ക ആന്റോഗണിസ്റ്റ്, ഒരു പക്ക വില്ലൻ, ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ DAG ആൻഡ് ആ ഒരു AI വരുന്ന ആ ഒരു സിനിമയിൽ ഒരുപാട് സീക്വൻസിൽ ആ ഒരു ക്യാരക്ടർ DAG ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ കുറച്ച് അടിപൊളിയായിരുന്നു. പല പോർഷൻസും ഞാൻ വിചാരിച്ചു നോക്കി ഭയങ്കര ശോകമായിരിക്കും. എനിക്ക് ആ ഒരു പാട്ടിൽ ശരിക്കും ആ ഒരു സ്പാർക്കിന്റെ പാട്ടിൽ കുറച്ച് ശോകമായിട്ട് തോന്നി. പക്ഷെ മറ്റുള്ള പോർഷൻസിലൊക്കെ നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് ട്രോൾ വന്നതാണ്. ഞാൻ പോലും പറഞ്ഞായിരുന്നു ഓക്കെ ഇതൊന്നും അധികം വർക്കായില്ല, എനിക്ക് കാണാൻ ഭയങ്കര ഷോക്കായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് സിനിമയിൽ നല്ല രീതിക്ക് തന്നെ വർക്കായിട്ടുണ്ട്. ഒരു യങ് വിജയനെ കാണിക്കുന്നുണ്ട്, നല്ല കുഞ്ഞായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 20s അല്ലെങ്കിൽ 25 നിൽക്കുന്ന ഒരു വിജയനെ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് കയ്യിൽ നിന്ന് പോയെങ്കിലും ബാക്കിയുള്ള ആ ഒരു മകനായിട്ട് വരുന്ന ആ ഒരു DAG ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കാകുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫാദറിന്റെ ക്യാരക്ടർ കാണിക്കുന്ന സ്ഥലത്ത് ആ ഒരു വിഗ് താടി ആ ഒരു പോർഷനൊക്കെ കുറച്ച് ഡാർക്ക് ആയതുപോലെ എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് ഓവറോൾ ആ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ മകന്റെ ക്യാരക്ടർ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. കാരണം തലപതി അധികം ചെയ്യാത്ത ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ആ ഒരു വില്ലനിസം ഒക്കെ കാണിച്ചപ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ എനിക്ക് ഒരുപാട് എലമെന്റ്സ് വർക്കായി, ഒരുപാട് എലമെന്റ്സ് വർക്കായില്ല, ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും ഓവറോൾ ഒരു കൊമേഴ്ഷ്യലി ആയിട്ട് നോക്കുവാണെങ്കിൽ ഓക്കെ നമുക്ക് തിയേറ്ററിൽ പോയി ഒരു 1 ടൈം ആയിട്ട് കാണാൻ പറ്റിയ ഒരു നൈസ് മൂവി തന്നെയാണ്. ഒരു പക്കാ ഫാൻ പടം, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതിന്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ ഒക്കെ ഓക്കെ അതിഗംഭീരമായിട്ടുള്ള മറ്റേ ആക്ഷൻ സീക്വൻസും അതിഗംഭീരമായിട്ടുള്ള മറ്റേ ആക്ഷൻ മൂവി അല്ലെങ്കിൽ സൈഫൈ മൂവി ഒന്നും വിചാരിച്ച് പോരുത്. ഈ സിനിമയുടെ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടൊരു റൂമറാണ് മറ്റേ ടൈം ലൂപ്പൊക്കെ ഉണ്ടെന്ന്. എവിടെ ടൈം ലൂപ്പൊക്കെ. ആൻഡ് ഈ ഒരു മൂവി
മൂവിയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. പക്ഷെ നമുക്ക് അധികം ലാഗോ ബോറോ എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ സിനിമയുടെ സ്റ്റാർട്ടിങ്ങോടെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ സിനിമയുടെ കണ്ടന്റ് സംസാരിച്ച് പോകുന്ന സീക്വൻസ് ഒക്കെ പ്രൊഡിക്റ്റബിൾ ആണെങ്കിൽ പോലും വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരുപാട് സീക്വൻസ്, ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്ത് അതായത് നമ്മളൊന്ന് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരുപാട് സീക്വൻസ് ഒക്കെ വെച്ചിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു പക്കാ കൊമേഴ്ഷ്യൽ തമിഴ് മൂവി അല്ലെങ്കിൽ ഒരു പക്കാ ഫാൻ ബോയ് പടം അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങൾ ആ ഒരു കാര്യം മൈൻഡ് വെച്ച് പോയി കാണുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ എൻജോയ് പറ്റും. എനിക്ക് വർക്കായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിഗംഭീരം കിടിലൊന്നും പറയുന്നില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പക്ക നൈസ് വൺ ടൈം വാച്ച് ആയിട്ടാണ് എനിക്കും ഫീൽ ആയിട്ടുള്ളത്. ആൻഡ് പിന്നീടുള്ള കാര്യം സ്പോയിലൊന്നുമല്ല, സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യം ഇങ്ങനെ ടീസ് ചെയ്ത് പോകുന്നുണ്ട്. എന്തിനാണ് എനിക്ക് മടുത്ത് സത്യം ഈ വരുന്ന സിനിമ എല്ലാ സെക്കൻഡ് പാർട്ട് എടാ ഇതിൽ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു കഥയേ ഉള്ളൂ, അത് തീർന്നു അവിടെ കാര്യം, പരിപാടി തീർന്ന് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ. അല്ല ഇനി സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു കണ്ടന്റ് കാണിക്കും. എൻ്റെ പൊന്നോ, അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ആവശ്യമില്ല കേട്ടോ, ഒരു ആവശ്യം. ഇപ്പം ഇറങ്ങുന്ന മിക്ക പടത്തിന് സെക്കൻഡ് പാർട്ടാണ്. അതൊക്കെ എന്തിനാണ്? ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ തന്നെ തീർക്കാൻ പറ്റുന്ന സ്റ്റോറി തന്നെയാണ്. പിന്നെ അതിനെ വലിച്ച് നീട്ടി സെക്കൻഡ് പാർട്ടിൽ പിന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം തലപ്പത്തി ഒരു മൂവിയും കൂടി കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ഒക്കെയാണ്, പിന്നെ സിനിമ നടത്തും. സോ അതൊന്നും അറിയത്തില്ല എന്താണെന്നുള്ള കാര്യം. സോ എന്തായാലും ഒരു വൺ ടൈം കാണാൻ പറ്റിയ ഒരു അടിപൊളി മൂവി തന്നെയാണ്. ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ടുകൊണ്ട് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ തലപതിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി അല്ലെങ്കിൽ വെങ്കട് പ്രഭുവിന്റെ ഒരു പക്ക ഹീറോ അങ്ങനത്തെ സെറ്റപ്പിലൊന്നും പോയി കാണരുത്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻസ് വെക്കാതെ ചുമ്മാ പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. തലപതി ഫാൻ അല്ലെങ്കിൽ കുറച്ച് പാടാണ് ഇഷ്ടപ്പെടാനായിട്ട്. സോ എന്തായാലും നിങ്ങളെ സിനിമ പോയി കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.